അയ്യോ വണക്കം. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു പടക്കപ്പൽ ശ്രീലങ്കൻ തീരത്തെത്തിയപ്പോൾ അടിയിൽ അന്തർവാഹിനി വഴി വന്ന് യവന്മാർ ആ കപ്പലിനെ അടിച്ച് ഭസ്മമാക്കി എന്നുള്ളതാണ്. 101 പേര് ഏകദേശം ആ കപ്പലിനകത്തുണ്ടായിരുന്നു. ആ 101 പേരിൽ ഏകദേശം ഒരു 80 പേര് മരിച്ചതായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ചിതറിപ്പോയത് കൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ ചുറ്റും 700-ലധികം കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ കപ്പലുകളെ ഞാൻ മോചിപ്പിക്കും എന്ന് വേട്ടാവളിയൻ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പോരാത്തതിന് ചൈനയ്ക്ക് മാത്രം അങ്ങോട്ടേക്ക് വരാം, വേറെ ഏവനെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇടിച്ചു ഉരുട്ടും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ചൈന ഞങ്ങളുടെ നല്ല സുഹൃത്താണ് എന്നും ഇറാൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റേ റാസ് തനൂറ എന്ന് പറയുന്ന അരാംകോയിലെ ആ ഒരു ഓയിൽ റിഫൈനറിക്ക് നേരെ വീണ്ടും ഒരാക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. അതായത് ഡ്രോൺ കൊണ്ടുവന്ന് വെടിവെച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡ്രോൺ വെടിവെച്ചു, അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് സൗദി അറേബ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇറാൻ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൗദിയിൽ തന്നെ ഈ റാസ് തനൂറ അരാംകോയിലെ ഓയിൽ റിഫൈനറിയിൽ ഇത് 2ാമത്തെ വട്ടമാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. അതായത് എണ്ണപ്പാടം കത്തിക്കാൻ ഓയിൽ റിഫൈനറി തകർക്കാനും ഇറാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു മുണ്ടും തുണിയില്ലാതെ നമ്മുടെ MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന നമ്മുടെ MBS ഓടി അമേരിക്കയുടെ അടുത്ത് ചർച്ചയ്ക്ക് പോയിട്ട് പറയുന്നത് ഇറാൻ എങ്ങനെയെങ്കിലും ഇടിച്ചുറക്കണം എന്ന് നമ്മുടെ MBS പറഞ്ഞത്. എന്തായാലും അത് ഡൊണാൾഡ് ട്രംപ് കേട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായിരുന്നാലും GCC രാജ്യങ്ങളെല്ലാം മുൾമുനയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമില്ല. നമ്മുടെ വിഷയമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഒരു വലിയ നീക്കം നടത്തി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ പുതിയ 5 S-400 കൂടെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് റഷ്യയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ്. അതായത് ദ്രുതഗതിയിൽ ഇത് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ഇനി അങ്ങനെ എത്തിക്കുന്ന S-400-നെ സംരക്ഷിക്കാനുള്ള ഒരു പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം കൂടെ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളൊരു നീക്കം ഇന്ത്യ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതായത് എല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യ വലിയ വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശേഷ് നാഗ് എന്ന് പറയുന്ന ഒരു ചാവേർ ഡ്രോണിനെ ഇന്ത്യ അഴിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. അതും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ്. അതായത് ദ്രുതഗതിയിൽ ഈ സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. പോരാത്തതിന് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ജോധ്പൂരിനടുത്ത് ഞോട്ടാം പ്രഖ്യാപിച്ചു. ഈ ഒരു വാർത്തയും വന്നിട്ടുണ്ട്. ചുമ്മാ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ വാർത്തയൊക്കെ കാണാൻ പറ്റും. ഞോട്ടാം അവിടെ പ്രഖ്യാപിച്ചു. ഞോട്ടാം എന്തിനാണ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മിസൈൽ പരീക്ഷണങ്ങൾക്കാണ് ഞോട്ടാം പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഞോട്ടാം പ്രഖ്യാപിച്ചു. ഇതിനു മുമ്പ് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതായത് പാകിസ്ഥാനിലെ പ്രസിഡൻ്റായിട്ടുള്ള സർദാരി ഇന്ത്യയോട് അടിക്കരുത്, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പേടിക്കാതെടാ എന്നാണ് ഇന്ത്യ കൃത്യമായി പാകിസ്ഥാനോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളതിനൊന്നും ചെയ്തില്ലല്ലോ, നമ്മളിവിടെ ആയുധങ്ങൾ ശേഖരിക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത്. അതായത് അതിർത്തിയിൽ വലിയ രീതിയിലുള്ള വിന്യാസങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഇന്ത്യ ഒരു സൂചന അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത്. പാകിസ്ഥാൻ പറഞ്ഞത് അതൊക്കെ വെറുതെ പറയുക, നിങ്ങൾ ജോധ്പൂരിൽ അഗ്നി 2 കൊണ്ടുവന്ന് വിന്യസിച്ചില്ലേ. അതായത് പാകിസ്ഥാൻ മൊത്തം റഡാറിൽ ഇപ്പം നിർത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ കുന്തമുനയിൽ നിർത്തിയിരിക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞത്. പാകിസ്ഥാൻ പറയുന്നത് അഗ്നി 2 ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഞോട്ടാം പ്രഖ്യാപിച്ചു. എവിടെ? ആ ജയ്പൂരിനടുത്ത് ഇവിടെ ഞോട്ടാം പ്രഖ്യാപിച്ചിട്ട് അവിടെ കൊണ്ട് കൃത്യമായിട്ട് പാക് അതിർത്തിക്കടുത്ത് അഗ്നി 2 ബാലിസ്റ്റിക് മിസൈൽ വിന്യസിച്ചിരിക്കുകയാണ്. വിന്യസിച്ച അഗ്നി 2 ബാലിസ്റ്റിക് മിസൈൽ എന്താണ്? അത് ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഞാൻ ഈ വാർത്ത പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നോട് വളരെ സ്നേഹപുരസരം ചോദിക്കാറുണ്ട്, പല തെറികളും വിളിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് എടാ ഡാഷും മോനെ, നിനക്ക് ഈ വാർത്ത എവിടെ നിന്നാ കിട്ടിയത്? ഈ വാർത്ത ഞങ്ങളാരും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ഒരുപാട് ഇങ്ങനെ തെറി പറയാറുണ്ട്. നിങ്ങൾ കാണാത്ത വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ വിനയപുരസരം നിങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. എന്തായിരുന്നാലും ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുമില്ല. ഞാൻ ഇതിൻ്റെ സോഴ്സ് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ താഴെ വന്ന് കുറേ പാകിസ്ഥാൻ പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട്.
ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവന്മാർ ഈ വിഷ്ണു നമ്പൂതിരി പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സുഡാപ്പികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ വന്നിട്ട് കൂട്ടത്തോടെ കമൻ്റ് ഇടും, ഫേക്ക് ന്യൂസ്, ഫേക്ക് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടും. അതുകൊണ്ടാണ് ഇതിൻ്റെ സോഴ്സ് കൂടെ ഞാൻ പറയുന്നത് ഗതികേട് കൊണ്ടാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇത് നമ്മുടെ നാഷണൽ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാഷണൽ മീഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസിലെ ഹിന്ദി അറിയാവോ? ഹിന്ദി എനിക്ക് ഹിന്ദി ഒന്നും അറിഞ്ഞൂടാ. ഞാനിതൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് സത്യം പറഞ്ഞാൽ വായിച്ച് നോക്കണത് എന്നുള്ളതാണ്. ഈ ഹിന്ദിയിലുള്ള പല സൈറ്റുകളുമുണ്ട്. സി ന്യൂസ് അടക്കമുള്ള വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സൈറ്റുകളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പിന്നെ പല ഡിഫൻസ് സൈറ്റുകളും, അതായത് സൈനികർ നടത്തുന്ന പല ഡിഫൻസ് സൈറ്റുകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൈനികർ നടത്തുന്നതെന്ന് പറഞ്ഞാൽ വിരമിച്ച സൈനികർ നടത്തുന്ന പല, ഇനി അതി കയറി പിടിക്കാതിരിക്കാനാണ് അതുകൂടെ പറഞ്ഞത്, ഇല്ലെങ്കിൽ മൊത്തം കമൻ്റ് അതായിരിക്കും, അയ്യോ സൈനികർ ഡിഫൻസ് സൈറ്റ് നടത്താനാണോ അവരതിനാണോ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വാർത്ത ശ്രദ്ധിക്കുമല്ല ചെയ്യുക. എനിക്ക് വരുന്ന ടങ് സ്ലിപ്പ് ശ്രദ്ധിക്കാതെ. അപ്പോൾ നമുക്കതൊക്കെ വിടാം. അപ്പോൾ ഈ വാർത്തകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിൽ കൊണ്ടുവന്ന് അഗ്നി 2 മിസൈലുകൾ വിന്യസിച്ചിരിക്കുകയാണ് എന്നുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഇന്ത്യക്കാരനും പുളകം കൊള്ളുന്നതും ഏതൊരു സുഡാപ്പിക്കും ക്രിമികടി വരുന്നതുമായിട്ടുള്ള വാർത്തയാണിത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ആ വാർത്ത ദാണ്ടെ ഇതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ജീവൻ അപകടത്തിൽ 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ളതും ആണവ ആക്രമണം നടത്താൻ ശേഷിയുള്ളതുമായ അഗ്നി 2 ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിന്യസിച്ചു എന്നുള്ളതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. അതിർത്തിയിൽ അഗ്നി 2 മിസൈൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെ ജോധ്പൂരിന് സമീപം ഇന്ത്യ അഗ്നി 2 മിസൈൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. ഇന്ത്യ ഇത് നിഷേധിച്ചിട്ടുമില്ല, ഇത് സ്ഥിരീകരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ചറപറ ഇതങ്ങ് വായിച്ചുവിടാം. അതായത് ലോകം നിലവിൽ യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം മധ്യേഷ്യയെ മുഴുവൻ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ദക്ഷിണേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോധ്പൂർ അതിർത്തിയിൽ ഇന്ത്യ തന്ത്രപ്രധാനമായിട്ടുള്ള മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു, അവകാശപ്പെടുന്നു. അവകാശവാദമനുസരിച്ച് ഇന്ത്യ അഗ്നി 2 ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യ മിസൈൽ വിന്യസിച്ച സ്ഥലം നിയന്ത്രണ രേഖയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയാണ്. പാകിസ്ഥാൻ്റെ അവകാശവാദം ഇങ്ങനെയാണ്: അവരുടെ പ്രധാന സൈനിക ഇൻസ്റ്റലേഷനുകളിൽ പലതും അഗ്നി 2 പരിധിയിലാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായിട്ടുള്ള DRDO വികസിപ്പിച്ചെടുത്ത 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധന മിസൈലാണ് അഗ്നി 2 എന്ന് പറയുന്നത്. ഇതിന് 2500 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട്. കൂടാതെ 1000 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനും കഴിയും. പരമ്പരാഗത ആണവ പോർമുനകൾ വഹിക്കാനും ഇതിന് കഴിവുണ്ട്. ഇന്ത്യയിൽ നിന്ന് സ്ഥിരീകരണമോ നിഷേധമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഈ റെയിൽ മൊബൈൽ ലോഞ്ചറുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രതിരോധ നിരീക്ഷണ വേദികളിലും അതിവേഗം പ്രചരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ജോധ്പൂർ മരുഭൂമി മേഖല സൈനിക പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. കാരണം ഇവിടെ ഇതിനകം തന്നെ ശക്തമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും റെയിൽ ശൃംഖലകളുമുണ്ട്. ഇത് അത്തരം സംവിധാനങ്ങളുടെ ദ്രുത ചലനത്തിന് അനുവദിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ കര അധിഷ്ഠിത ആണവ പരമ്പരാഗത ആക്രമണ ശേഷികളിൽ അഗ്നി 2 വളരെ കാലമായ ഒരു പ്രധാന ഘടകമാണ്. പാകിസ്ഥാനിലെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിക്കാൻ ഇതിൻ്റെ പരിധി അനുവദിക്കുന്നു. അതിർത്തിയോട് അടുത്ത് വിന്യസിക്കുന്നത് പ്രതികരണ സമയം കുറയ്ക്കുകയും തന്ത്രപ്രധാനമായിട്ടുള്ള ഓപ്ഷനുകൾ വികസിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ ചലനാത്മകതയും കൃത്യതയും വിവിധ സാഹചര്യത്തിൽ ഇതിനെ ഉപയോഗപ്രദമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തിടെ നടന്ന സൈനികാഭ്യാസങ്ങൾക്കിടയിലാണ് ഈ സംഭവ വികാസം. രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പൊഖ്റാനും ജോധ്പൂരും ചുറ്റുമുള്ള പ്രദേശങ്ങൾ, വ്യോമസേനയുടെ വായുശക്തി 2026 സൈന്യത്തിന്റെ അഗ്നിവർഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സൈനികാഭ്യാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. മരുഭൂമിയിലെ യുദ്ധശേഷികൾ പ്രകടമാക്കുന്ന ടാങ്കുകൾ, പീരങ്കികൾ, ഹെലികോപ്റ്ററുകൾ, കൃത്യതയുള്ള ആയുധങ്ങൾ എന്നിവയുടെ ഉപയോഗം ഈ അഭ്യാസങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2025 ഇരു രാജ്യങ്ങളും തമ്മിൽ മിസൈൽ വ്യോമാക്രമണം നടന്ന പരിമിതമായ സംഘർഷത്തിന് ശേഷം പാകിസ്ഥാന്റെ പ്രതികരണം കൂടുതൽ സെൻസിറ്റീവായി കണക്കാക്കപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ഇത്തരം വിന്യാസങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും ഒരു തന്ത്രപരമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു. കാരണം ഇരു രാജ്യങ്ങളും പരസ്പരം പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കൊണ്ട് അഗ്നി വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യയെന്ന്. ഓൾറെഡി ഇന്ത്യ ഞോട്ടാൻ പ്രഖ്യാപിച്ചു. ഇന്ത്യ ആയുധങ്ങൾ മേടിച്ച് കൂട്ടുകയാണ്. പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മളെ പൊതുജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ ആറ്റുക പൊങ്കാലയൊക്കെ ഇട്ട് ഇവിടെ മേയറുടെ അടിയും മറ്റേ ശിവൻകുട്ടിയുടെ അടിയൊക്കെ പറഞ്ഞ് പിന്നെ പോപ്കോണൊക്കെ അടിച്ച് സിനിമയൊക്കെ കണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ഷൻ വരാനുള്ള തിരക്കിലൊക്കെ ഇങ്ങനെ നമ്മളൊന്നും അറിയാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്തരാളങ്ങളിൽ അതിഭീകരമായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് നമ്മുടെ രാജ്യത്തെ ഈ സർക്കാരിൻ്റെ ഒരു കഴിവ് കൂടിയാണ്. കാരണം ഇതൊന്നും നമ്മൾ അറിയിക്കാതെ വളരെ സ്മൂത്തായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറാണ് ഏറ്റവും
വലിയ ഉദാഹരണം. അവിടെ പാകിസ്ഥാനെ അടിച്ചുരുട്ടുമ്പോൾ നമ്മളിവിടെ സത്യം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെയാണ്. അങ്ങോട്ടടിച്ചു, കറാച്ചി തകർത്തു, ഇതാ കിരാനാക്കുന്നിൽ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വാർത്ത കണ്ട് പോപ്കോണും തിന്ന് ചിക്കനും തിന്ന് നമ്മളിങ്ങനെ കണ്ട് രസിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു കഴിവാണ്, നമ്മുടെ സൈന്യത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള പവറാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. പിന്നെ സൈന്യത്തിനെ ഇപ്പോൾ നയിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരുണ്ടല്ലോ, ആ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഒരു ഗുമ്മാണ് അത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി.